ഇന്ന് വന്നപ്പോൾ ഒരു വർഷം ചക്ക കിട്ടിയിട്ടോ. ഞങ്ങൾ വീടിൻ്റെ മുന്നത്തെ വീട്ടിൽ ചേച്ചി വന്നാണ്. അവിടെ മമ്മീൻ്റെ വീട്ടിലെ ചക്കയാണ്, മമ്മി ഇല്ല. അപ്പോൾ അവർ പറിച്ചപ്പോൾ അമ്മക്കൊരു വർഷം തന്നു കേട്ടോ. അപ്പോൾ വന്ന് ആദ്യകൂട്ടൻ പിന്നെ ഇവൻ്റെ കണ്ടില്ലേ, ഇവൻ്റെ ഈ തല നിറയെ പേനുണ്ട്. ഞാൻ വന്നിട്ട് മുറ്റടിച്ച് വരാൻ ഇറങ്ങിയ സമയത്താണ് ആ തല കണ്ടത്. അപ്പോൾ കുറച്ച് പേൻ നോക്കി നിന്നു. സമയം കുറേ പോയി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മുറ്റമൊക്കെ അടിച്ച് വാരി ഒക്കെ കഴിഞ്ഞു. അപ്പോഴാണ് ചക്കമ്മ ഇവർ ഫുട്ബോൾ കളിച്ചു. കുറച്ച് നേരം ഇവർ ഫുട്ബോൾ കളിച്ചു കേട്ടോ. ഇവർ ഫുട്ബോൾ കളി കണ്ടിട്ട് നിങ്ങൾക്ക് ചക്കമുറി കാണാം കേട്ടോ. കുടിന് കൊടുക്കടാ ഒരു വട്ടം നട്ടാൻ. അതെ കൊണ്ടുവാ. ആ കൊടുക്ക്. ചെറുതിനെ കൊടുക്കടാ. ഓക്കെ അമ്മയ്ക്കാ തട്ടെ, ഉറക്ക തട്ടെ. നമുക്ക് ചക്കമുറി കാണാം കേട്ടോ. ഫുട്ബോൾ കളി ഉണ്ട്. ഫുള്ളൊന്നുമില്ല, ഫുട്ബോൾ കളി ഉണ്ട്. അത് കളി കണ്ടതാ, അതിനകത്ത് കളി. ഞങ്ങൾ കളിക്കുന്നൊന്നും ഇല്ല അതിനകത്ത്. കുറച്ച് ഞാൻ പിടിച്ചില്ല. ആ കളിക്കുന്നല്ല, കുടു തട്ടുന്നേ ഉള്ളൂ. പാട്ട് വരും ഇട്ടപ്പോ വരും. അപ്പൊ കുടു നമുക്ക് ചക്ക കിട്ടാ. അപ്പൊ ഇനി ചക്ക കിട്ടി കൊടുക്കാം. ഓക്കെ, കോട്ടാട്ടോ, പഴയ കോട്ട്. അയ്യോ വെട്ടൊക്കെ തിന്നു. അതെന്താ പാട്ട് പാടാത്ത മോനിക്ക? ആ വീഡിയോ ആക്കുമ്പോ വരൂല. ശരിയാ, പാട്ടിപ്പോ വരും കൂടു. അപ്പൊ ഇത് പിടിക്കാത്തൂല. പാട്ടിപ്പോ വരും കേട്ടോ കൂടു. നമുക്ക് ചക്ക വെട്ടാമ്പാ. ഈ 7 മണിയാകുമ്പോ കുളിച്ചാണ്ടല്ലോ അമ്മ. കുളിച്ച് കഴിഞ്ഞാൽ കുറച്ച് തണുപ്പുണ്ടാവും, മേത്ത് ചൂടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ 7 മണിക്ക് കുളിക്കണേ. അല്ലാതെ കളിച്ചിട്ട് കയറാൻ വൈകിട്ടല്ല കേട്ടോ. ഞാൻ വരുമ്പോ നല്ല കളിയാ. എന്നിട്ട് കുളിക്കാൻ പറഞ്ഞിരുന്നു ഞാൻ, എന്നിട്ട് ഇതുവരെ കുളിച്ചില്ല. അപ്പൊ എക്സ്ക്യൂസ് ആണത്. 7 മണിയാകുമ്പോ അല്ല, ഇന്നലെ മിനിങ്ങാന്ന് ഞങ്ങൾ 7 മണിക്ക്. അത് ശരിയാ, 7 മണിക്ക് 8 മണിക്ക് കുളിച്ചാൽ നല്ല സുഖം. പക്ഷെ നിങ്ങളെ മേല് നിറച്ച് ചളിയാണ്, വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ഓ ആ ഓർക്കണ സാധനം ഉണ്ട്. കിട്ടൂല. തുള്ളു കൂടു, പാട്ട് കേട്ട് തുള്ളു ഇങ്ങനെ. പാട്ട് പോകുമ്പോ അവൻ പാട്ട് വെക്കുമ്പോ അത് വെച്ച് കുടു കളിക്കും. പാട്ട് വീഡിയോ പിടിക്കുമ്പോ പാട്ട് ഓഫ് ആവൂലേ, അപ്പൊ പാട്ട് നിർത്തി. ആ ചോള അതിനകത്ത് ഇരിഞ്ഞിട്ട് പാത്രത്തിലേക്ക് ഇടും. അതെ, കുടുവും ചക്കച്ചോള വേണ്ടേ കുടു? ചക്ക വേണ്ടേ കുടുവിനെ? മേത്തൊക്കെ ചളിയാട്ടോ, കുടുവിനൊക്കെ ഇനി കുളിപ്പിക്കണം. ആ ഞായറാഴ്ചയാണല്ലോ എന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് കൗടി. ചക്ക വേണോ? ഞായറാഴ്ചയല്ലേ. ചവണി നമുക്ക് പിന്നെ പോക്കാം. ഇപ്പൊ നമ്മള് ചോള എടുത്തിട്ട് അകത്തേക്ക് പോവാ. എല്ലാരും ഡാൻസ് ആണ്, പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കുക. കുടു ഡാൻസ് കളിക്കുക. ആദ്യക്കൂട്ടെ ചക്ക ചോള എടുത്തിടുന്നുണ്ട്. മൂന്നിച്ച് ഞാൻ നിർത്തിട്ടില്ല.
ആ ഇതായിട്ട് അങ്ങനെ ചക്ക വെട്ടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കാട്ട് കഴിഞ്ഞിപ്പോ അമ്മേന്റെ കയ്യിൽ വലിച്ചിട്ടുണ്ട് കഴിഞ്ഞില്ലേ ഇത്രയും ചക്ക കിട്ടി ഇത്രയും ഇനി അതിനകത്തേക്ക് അമ്മ അരിയട്ടെ നമുക്ക് അരിയാം കുഞ്ഞു ചവണി പോക്കിത്താ ഓരോന്നോരോന്ന് എടുത്തു തരണേ ഓരോന്ന് എടുത്തതാ അമ്മ അരിയട്ടെ ഇതിനകത്തേക്ക് അങ്ങനെയല്ലപ്പാ അങ്ങനെയാണോ നമ്മുടെ വെക്ക് ചവണി പോക്കണോ ഇനി അതിനകത്ത് ഇടല്ല അങ്ങനെ മതി മതി ഞാൻ അരിയട്ടെ ഇത് തീരെ ചെറിയ ഉണ്ടല്ലോ ചെറിയ ചോളയാട്ടോ ഭയങ്കര പണിയാ ചവണിയൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വല്ലാണ്ട് മൂത്തിട്ടില്ല മതി കുഞ്ഞേ ഞാൻ അരിയട്ടെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് കുടയിനകത്തേക്ക് അരിയട്ടെ കൂടു പോക്കടാ ഇല്ലെങ്കിൽ കുളിക്കാൻ പോയിക്കോ ഓരോന്ന് എടുത്തു തന്നാ മതി കേട്ടോ കുടുവിന്റെ ഒക്കെ മേത്ത് നിറയെ ചളിയാ കുടുവിന് പന്ത് കളിച്ചിട്ട് കുടു അടുക്കള എന്താ പോയി നോക്കി നോക്ക് എന്താ അടുക്കള പൂച്ച കയറിയുണ്ടോ നോക്കി നോക്ക് ഉണ്ടോ ഒരൊച്ച കിട്ടും കുട്ടീനോടാണ് എന്നിട്ട് പറഞ്ഞ മഴ മുറ്റത്ത് മഴ ഇവിടെ ഞങ്ങൾ ഈ ഷെഡിന്റെ ചോട്ടില് കാണുന്നില്ലല്ലോ മഴ ഇടയ്ക്ക് കാണോ മഴ കാണൂല കാണുന്നുണ്ട് ഇങ്ങോട്ട് വരും നീ ആ പുറത്തുനിന്ന് ഇങ്ങോട്ട് വിട്ടത് മഴ കാണുന്നില്ലല്ലോ ഇവിടെ മറ്റേ മഴത്തേ പോയില്ല കേട്ടോ ഇങ്ങോട്ട് ആ കാലം കൊണ്ടുവരൂ കൂടു ഇങ്ങോട്ട് കൊണ്ടുവര് ഇനി അവിടെ വെച്ച് ചവണി വേഗം പോക്ക് ആദ്യം വേഗം ചവണി കൂട്ടിത്താ പേർക്കകത്ത് കയറണ്ടേ ഇനി അവിടെ വെച്ച് കടലാസിന്റെ ധോണി അരയും എന്താണ് പറഞ്ഞ അമ്മ പാട്ട് പാടുന്നത് പോലീസ് വിട്ടോ വയറ് നിറയാനായി ചക്ക വെട്ടി അരിയുന്നതിന്റെ മുമ്പ് തീരും അച്ഛല്ല അല്ല ആ ചേട്ടന്റെ വൈകിന്റെ ഒച്ച കേട്ട അതേപോലെ അല്ലേ കണ്ണീർ കായലിലേതോ ഒരു കടലാസിന്റെ അപ്പൊ ചക്കയൊക്കെ ഏകദേശം എല്ലാം തന്നെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അരിഞ്ഞതിനേക്കാൾ തോന്നെ ഞാൻ തിന്നു എനിക്ക് തോന്നുന്നു ഒരുപാട് ചക്ക തിന്നുട്ടോ ഈ പച്ചച്ചക്ക ഇങ്ങനെ ഞാൻ എങ്ങനെയാണ് തിന്നു പോകട്ടോ കുറേ തിന്നു ചക്ക കുടു ആദ്യക്കൊട്ടം കുളിക്കാൻ കുളിമുറി കയറിയിട്ടുണ്ട് മോനിച്ച് വന്നു ഇനി ഇതൊക്കെ പെറുക്കണത് കണ്ടില്ലേ മുറ്റത്ത് ആകെ നിരന്നു അടിച്ചു വാരി മുറ്റാണ് മഴയാണ് ചെറുതായിട്ട് തൂളുന്നുമുണ്ട് അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് വേവിക്കാം ഓക്കെ ഞാൻ ഈ കുക്കറിലാട്ടോ ചക്ക വെക്കുന്നത്
കുറച്ച് 4-5 ചുള ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ല 4-5 കുരു ഇതിൽ കൊള്ളൂല്ലേ. അല്ല അപ്പൊ ഇവിടെ മുറിക്കണ്ടേ? മുറിച്ചില്ലേ അപ്പൊ നീ? ആ തല നനച്ചോ? ആ അതുകൂടെ കുളിക്കട്ടെ. അതുകൊണ്ട് മേല് മുഴുവൻ ചളി. നോക്കണോ? മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യകൂടെ അവിടെ കുളിക്കുന്നുണ്ട്. അതിന്റെ കളിയാ അപ്പൊ കൊടു ഇവിടെ. ആദ്യോ? എപ്പം? അമ്മ ചക്കേൻ്റെ പണി എടുക്കുമ്പോൾ മോനുച്ച് ഇവിടെ തുണിയൊക്കെ മടക്കി വെക്കുക, ബെഡൊക്കെ തട്ടി വിരിക്കുക, ഒക്കെ പണിയാട്ടോ. ആദ്യകൂട്ടം കുളിച്ചു. ആദ്യകൂട്ടം കൂടും കൂടെ അവിടെ കിടന്ന് മറിയുന്നുണ്ട് കേട്ടോ. തേങ്ങ പൊളിച്ച് തന്നതും എൻ്റെ മോൻ്റെതാണേ. ഞാൻ ചക്ക അരിഞ്ഞ് വന്നപ്പോഴത്തേക്കും അവനെനിക്ക് തേങ്ങയൊക്കെ പൊളിച്ച് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ചക്ക വെന്തിറക്കിയിട്ടുണ്ട്. പറയുന്നൊന്നും കേൾക്കാൻ സാധ്യതയില്ല കേട്ടോ. ഇവിടെ നല്ല മഴയാണേ. ഇനി അരപ്പിടട്ടെ കേട്ടോ. ചക്ക ഏകദേശം വെന്തിട്ടുണ്ട്. പിന്നെ നല്ലപോലെ മൂക്കാത്ത ചക്ക ആയതുകൊണ്ട് ഞാൻ തോന്നുന്നു ഇങ്ങനെ നിൽക്കുന്നത്. ഏതായാലും നോക്കട്ടെ, അരപ്പിട്ട് നോക്കട്ടെ. ഇത് കണ്ടോ മഴ? നല്ല മഴയാട്ടോ. ഇവിടെ ഇപ്പോൾ മഴ തുടങ്ങിയിട്ട് 3-4 ദിവസമായി. ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട് കേട്ടോ. ഒരാഴ്ചയായിട്ട് ഇടവിട്ട് മഴയുണ്ട് കേട്ടോ. മഴ പെയ്തു തുടങ്ങി. ഇനിയിപ്പോൾ എന്താ പേടിയെന്നറിയോ? ഇത് കണ്ടോ, മുഴുവനും ചോരാൻ തുടങ്ങി കേട്ടോ. മഴ പെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഇവിടെയൊക്കെ ചോരും. അതാണ് കുഴപ്പം. ആണോ? ചോർച്ചടിക്കും കണ്ടോ? അങ്ങനെ ചക്ക. പക്ഷെ ഇങ്ങനെ ചക്കപ്പുഴുക്ക് പക്ഷെ ഉണ്ടല്ലോ, സാധാരണ ചക്കപ്പുഴുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുറുകി നിൽക്കണം എല്ലാവർക്കും. പക്ഷെ ഉണ്ടല്ലോ, എനിക്ക് അങ്ങനെ മുറുകി നിൽക്കണം ഇഷ്ടമില്ല. ഇവിടെ കുഞ്ഞാട്ടായിക്ക് ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ ഉറച്ച് നിൽക്കുന്നത്. ഒരു മയ ഉണ്ടെങ്കിൽ തിന്നാൻ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇത്ര ലൂസിലിട്ടോ. ഇത് അത്യാവശ്യം ലൂസുണ്ടേ. എന്നിട്ട് ഇങ്ങനെ തോണ്ടി തിന്നണം. പായസം പോലെ അല്ല, എന്നാലും ഇതാണ് ഇഷ്ടം. ഇതുണ്ടല്ലേ ചക്കക്കുരുക്കുട്ടന്മാർ. ഞാനൊരു 3-4 ചക്കക്കുരുക്കുട്ടന്മാരിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ തല പൊന്തിച്ച് നോക്കി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചക്കപ്പുഴുക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇനി പാത്രം കഴുകാനും അടിച്ചു വാരാനൊക്കെ ഉണ്ട്. അകമൊക്കെ ഒന്ന് നന്നാക്കാനൊക്കെ ഉണ്ട്. നീ ബെഡൊക്കെ വിരിച്ച് കഴിഞ്ഞു അല്ലേ? ഇനി ഞാൻ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് മേലൊക്കെ കഴുകി വന്നിട്ട് ഞങ്ങൾ ഈ ചക്കപ്പുഴുക്ക് അങ്ങോട്ട് തിന്നും. ഉപ്പുണ്ടോ നോക്കട്ടെ. സ്പെഷ്യലേ ഇതൊന്നുമില്ലല്ലോ. ഉപ്പൊക്കെ അല്ലേ നിന്റെ കയ്യിലാണ്? ഉപ്പില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. ചക്ക ഞങ്ങൾ പൊഞ്ഞ് കൊടുതാ കൊടു ചക്കപ്പുഴുക്കായി. ചക്ക ആയി ആയി. പിന്നെ ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ അങ്ങനെ തിന്നില്ല. കൊടു ഞാൻ വിളിച്ചാണ് കൊടു. ചക്കപ്പുഴുക്ക് എടുത്തപ്പോൾ ആദ്യക്കൂട്ടം പറഞ്ഞേ എനിക്ക് ചക്കപ്പുഴുക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്പം തിന്ന് നോക്കിയപ്പോൾ അവന് നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ പറയണം. അമ്മേ എനിക്ക് ചക്കപ്പുഴുക്ക് മതി.
ചൂടുണ്ടോ? ചൂടില്ല? എടാ കിടന്നോണ്ട് കഴിക്കല്ലേ ആദ്യം മോനിറ്റാ. എന്നിട്ടിരിക്കി കൂടും ചേട്ടൻ്റെ കൂടെ ഇരുന്ന് 3 ആളും കൂടി തിന്നു. ആദ്യം കൂട്ടെ ഊഞ്ഞാലേന്ന് എഴുന്നേറ്റ് അവിടെ ഇരിക്കേ. എന്ത് മാന്തിയേ? രസമുണ്ടോ കൂടു? നീ അവിടെ ഒന്ന് മര്യാദക്ക് ഇരുന്ന് കഴിക്കുക ആദ്യക്കുട്ടാ. ആ തൊട്ടിലിനകത്ത് എഴുന്നേക്കടാ. ആ എഴുന്നേക്ക അങ്ങനെ. ആ അതന്നെ. ആ നല്ല കുട്ടി. 3 ആടി ഇന്ന് തിന്നാ മതി. അതിനകത്ത് വെച്ചാൽ കുടും തിന്നാൻ കഴിയൂലെന്നേ. എരിവ് കൂടിയ തിന്നോ കൂടു? അത് തിന്നിട്ട് അടുത്തേല് ഞാൻ കറി വെച്ച് തരാം. മീൻ കറി വെച്ച് തരാം. ഇപ്പൊ ഒഴിക്കണോ? ആ എന്നാ ഒഴിച്ചു തരാം. മീൻ കറിയിൽ കണ്ടോ, കറിയിൽ ഒരു തല മാത്രമേ ഉള്ളൂ, കഷ്ണമൊന്നുമില്ല കേട്ടോ, ചാറ് മാത്രമേ ഉള്ളേ. ചാറ് മതി, ചാറ്. കുടുവിന് കോരാൻ കിട്ടുന്നില്ല. കോരി കോരി തിന്നേ കണ്ടോ ചേട്ടായി തിന്നെ നോക്ക്.